അവൻ്റെ സാരഥി പാർത്ഥസാരഥി, എന്നെ പാർത്ഥസാരഥി എന്ന് വിളിച്ചോന്ന് നമ്മുടെ ജിമ്മൻ പറയും. അപ്പത്തേനും അർജുൻ പറയും, ബ്രോ ആള് കൊള്ളാലോ പാർത്ഥസാരഥി. കഷ്ടകാലം എന്ന് പറയട്ടെ, കുറച്ച് ദൂരം എത്തുമ്പോഴത്തേനും സ്കൂട്ടർ അങ്ങോട്ട് ഓഫായി പോകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. നമ്മൾ ഇന്നലെ പ്രൊമോ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം ഒരു കഥ പറയാൻ വേണ്ടി പഠിക്കുക, പെണ്ണുങ്ങളൊക്കെ ഇതിലും എത്രയോ നന്നായി സ്റ്റോറി പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ കഥ പറച്ചിലിൽ ഒരു PhD എടുത്ത ഏതോ ഒരു മാഡമാണ് ആ കമൻറ്റ് ഇട്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണെങ്കിലും എനിക്ക് സ്റ്റോറി പറച്ചിലിൽ PhDയോ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ പൊതുവെ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. കാരണം ഞാൻ ഒരു സ്റ്റോറി പോലെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയോട് പൊതുവെ എനിക്കൊരു താല്പര്യമില്ല. അതൊരു എന്താ പറയുക, ഒരു എത്തിക്സിന് നിരക്കാത്ത ഒരു സംഭവമാണ്. അതായത് ഒരാൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വ്യൂ ഉണ്ടാക്കുക, ആളുകൾ കാണുക, അങ്ങനെ ഒരു സംഭവത്തോട് അധികം താല്പര്യമില്ല. അപ്പോൾ എനിക്കൊരു സംഭവം എന്ന് വെച്ചാൽ താല്പര്യം എന്ന് പറയുന്നത് ആ എപ്പിസോഡുകളാണെങ്കിലും പ്രൊമോസ് ആണെങ്കിലും കാണുക, അത് ആ ഒരു കഥ പറയുക, അതിനൊപ്പം തന്നെ അതിൻ്റെ റിവ്യൂ ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ, ഒരു വികാരം തോന്നണ്ടേ. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ പറയുക, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു നാടകീയമായ ഒരു കാട്ടിക്കൂട്ടലുകളൊന്നും എൻ്റെ വീഡിയോസിൽ ആരും പ്രതീക്ഷിക്കേണ്ട. എനിക്ക് എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണോ അതങ്ങ് പറയും. ചിലപ്പോൾ സംഭവിക്കാതെ ഇരിക്കാം, അങ്ങനെ എന്താണെങ്കിലും ആകാം. അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ഈ ചാനൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാം, കാണാം. അല്ലാതെ നമുക്കൊരു സ്റ്റോറി പറച്ചിൽ ഒരു കോപ്പി പേസ്റ്റ് പോലെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ആ സ്റ്റോറി പറയും, അതിനൊപ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായങ്ങളും അതിനെപ്പറ്റി പൊതുവെ പറയാനാണ് എനിക്കിഷ്ടം. ഒരു അഭിപ്രായം ഇല്ലാത്തൊരു ജീവിയെ പോലെ ഒരു റോബോട്ടിക്കായ ഒരു സംഭവം എന്നിൽ നിന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇച്ചിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആ ഒരു രീതിയിലാണ് എനിക്ക് വീഡിയോസ് ഇടാനും താല്പര്യം. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു ആണിന് ആണായിരിക്കാനേ പറ്റത്തുള്ളൂ, പെണ്ണുങ്ങളെ പോലെ ആവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയാണ് എനിക്കുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് ഈ രാഘവനുണ്ണിയും ഒക്കെ ആകെ, അത് രാഘവനുണ്ണിയായിട്ട് കുറുപ്പ് ആകെ ഉടക്കി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറുപ്പ് ഓൾറെഡി ഇന്നലെ എപ്പിസോഡ് തീരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ കാവ്യ അർജുൻ കേസിൽ കല്യാണത്തിൽ ഒരിക്കലും ഇനി പ്രതീക്ഷയൊന്നുമില്ല, തന്നോടുള്ള എൻ്റെ എല്ലാ വിശ്വാസം പോയടോ, ആ രീതിയിലൊക്കെ കുറിപ്പ് പറയുകയാണ്. ഏട്ടോ, തന്നോടുള്ള എൻ്റെ എല്ലാ വിശ്വാസം പോയി, ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. ഇനി ഇതുപോലെ ഒരു സംഭവം പോലെ ഇനി കാർത്തിക് പത്മ കേസിലും താൻ ഇനി അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്നിൽ നിന്ന് താൻ വേറൊരു മുഖം, എൻ്റെ വേറൊരു മുഖം താൻ കാണേണ്ടി വരും. അതായത് കുറിപ്പ് പറയുകയാണ്, ഈ കാർത്തിക് പത്മ കേസിലും ഇനി ഇതുപോലൊരു പരാജയത്തിൻ്റെ രുചിയാണ് അറിയാൻ പോകുന്നതെങ്കിൽ ഈ കുറിപ്പിൻ്റെ വേറൊരു മുഖം കാണേണ്ടി വരും എന്ന് പറയുകയാണ്. എന്നിട്ട് കുറിപ്പ് പറയും, ഇനി പത്മ കേസിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയും, അതുപോലെ തന്നെ ശംഖുചക്ര തറവാട്ടിന് ഞാൻ തീയിടും, ഈ രീതിയിൽ പറയുകയാണ് കുറിപ്പ്. അതായത് എനിക്ക് ആ ഒരു സമയത്ത് രണ്ടുപേരെ എന്ന് ഉദ്ദേശിച്ചത് അനുപമയും അതുപോലെ രാഘവനുണ്ണിയും ആണോ എന്നെനിക്ക് തോന്നി. ഒരാൾ രാഘവനുണ്ണി ആണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മറ്റയാൾ അനുപമയാണോ അതോ രാഘവനുണ്ണിയുടെ വൈഫാണോ, ഒരു സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും രണ്ടുപേരെ കൊന്നുകളയും എന്ന രീതിയിൽ ഈ കുറിപ്പ് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട ആകെ ഷോക്കഡായിട്ട് ഈ നമ്മുടെ രാഘവനുണ്ണി നിൽക്കുകയാണ്. പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതായത് എത്ര വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു ബന്ധമാണ് രാഘവനുണ്ണിയും കുറുപ്പും തമ്മിലുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ കാര്യം പറഞ്ഞ വലിയ ദുഷ്ടചിന്താഗതിക്കാർ ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി ഒരു ബോണ്ട് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ദുഷ്ടചിന്താഗതിക്കാരാണ്, അങ്ങനെ ഒരു വശമുണ്ടെങ്കിൽ പോലും കേട്ടോ. എന്താണെങ്കിലും കുറിപ്പ്
ഈ ഒരു രീതിയിൽ സംസാരിക്കുമെന്ന് ഈ നമ്മുടെ രാഘവനുണ്ണി സാറ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളി ആകെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു ആദ്യ ഭാഗം കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും പിന്നീട് കാട്ടുന്ന സീൻ എന്ന് പറയുന്നത്, നമുക്കറിയാം അർജുൻ ഓൾറെഡി നമ്മുടെ ജിമ്മൻ ബ്രോയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മൻ ബ്രോയുടെ കൂടെ ജീപ്പിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം നേരമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിമ്മൻ ബ്രോയുടെ ജീപ്പ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അർജുൻ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ ദൂരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടും സ്ഥലം എത്തുന്നുമില്ല. എന്നാലും ജിമ്മൻ ബ്രോ ഇച്ചിരി പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. പുള്ളി വലിയ സ്പീഡിലൊന്നും അല്ല ഓടിക്കുന്നത്. അപ്പോൾ അർജുനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ബ്രോ കുറച്ച് സ്പീഡിൽ ഓടിക്കാമോ പ്ലീസ്, ഇച്ചിരി കുറച്ചും കൂടെ സ്പീഡ് കൂട്ടാവോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോഴത്തേനും ജിമ്മൻ ബ്രോ പറയും, തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ലിഫ്റ്റ് തന്നതും പോരാ, താനിപ്പോൾ ആ ജംഗ്ഷൻ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ അർജുൻ പറയും, ഒരു 2 കിലോമീറ്റർ കൂടെ പോയാൽ മതി എന്ന് പറയും. അപ്പോഴത്തേനും ജിമ്മൻ ബ്രോ ഞെട്ടും, 2 കിലോമീറ്ററോ? തന്നെയൊക്കെ വിളിച്ച് തന്നെ കയറ്റി എന്നെ പറഞ്ഞാൽ മതി, താനാണ് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇനിയും 2 കിലോമീറ്റർ ദൂരം കൂടി പോകണോ, എന്തൊരു അവസ്ഥയാണിത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജിമ്മൻ ബ്രോ പറയും. താൻ ആളൊരു ഊടായ്പാണല്ലോ, താൻ എന്തോ ഒരു വള്ളിക്കെട്ട് ഒപ്പിച്ചിട്ട് വരികയാണ്, താൻ എന്തോ അടിപിടി കേസിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ജിമ്മൻ ബ്രോ അർജുനോട് പറയും. അപ്പോൾ അർജുൻ പറയും, അതൊന്നുമല്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വേഗം എത്തിക്കണം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അർജുൻ മൊബൈലും ചോദിക്കും കേട്ടോ. അപ്പോഴത്തേനും ജിമ്മൻ ബ്രോ പറയും, മൊബൈൽ തരാനൊന്നും പറ്റത്തില്ല, തനിക്ക് ലിഫ്റ്റ് തന്നു, ഇനി മൊബൈലോ, അതൊന്നും നടപടിയാവുന്ന കേസല്ലാന്ന് പറയും. അപ്പോഴത്തേനും അർജുൻ പറയും, വളരെ അത്യാവശ്യമാണ്, ഞാൻ 1 മിനിറ്റ് ഒന്ന് മൊബൈൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഇപ്പം തന്നെ തന്നേക്കാന്ന് പറയും. അങ്ങനെ ഗതികെട്ട് അവസാനം ജിമ്മൻ ബ്രോ മൊബൈൽ നമ്മുടെ അർജുൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ അർജുൻ മൊബൈൽ വാങ്ങിയിട്ട് വേഗം വിളിക്കുന്നത് നമ്മുടെ അമ്പാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്പാടി ഈ സംഭവം ഒന്നും അറിയുന്നില്ല എന്നുള്ള കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം മോർണിംഗ് സംഭവിക്കുന്ന ഒരു നിസാര ഒരു ടൈം പീരീഡിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അമ്പാടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, പാവം. പുള്ളി വേറെ കുറേ കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. അങ്ങനെ അമ്പാടി ഫോൺ കാണുമ്പോൾ ആദ്യം വിചാരിക്കും ഏതോ ലോൺ ആപ്പുകാരാണ്, എപ്പോഴും വിളിച്ച് ശല്യമാണല്ലോ ഈ ബാങ്കുകാർ, മടുത്തു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം അമ്പാടി ഫോൺ എടുത്തിട്ട് അത് ലോൺ നഹി ചായേ ഈ രീതിയിലൊക്കെ പറയും. അപ്പോഴത്തേനും അമ്പാടി പറയും, എടാ അമ്പാടി ഇത് ഞാനാടാ, അർജുനാടാ എന്ന് പറയും. അപ്പോഴത്തേനും അയ്യോ അളിയ, അർജുനായിരുന്നോ, ഞാനത് അറിഞ്ഞില്ല, ഞാനത് ലോൺ ആപ്പുകാരാന്ന് വിചാരിച്ചെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ അമ്പാടി പറയും, എടാ നീ വേഗം ആ ജംഗ്ഷനിലേക്ക് ഒന്ന് വാ, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് പറയും. അപ്പോഴത്തേനും അമ്പാടി പറയും, എടാ എനിക്കതിന് സമയമൊന്നുമില്ല, ഞാൻ അമ്മയുടെ എന്തോ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി പോവാണ്, എനിക്ക് ഇന്ന് സമയമില്ലടാന്ന് പറയും. അപ്പോഴത്തേനും അമ്പാടിക്ക് ദേഷ്യം വരും. അമ്പാടി പറയും, എടാ നീ വളരെ അത്യാവശ്യമായിട്ടാണ്, നീ വേഗം വന്നേ പറ്റൂ, നീ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ, അവർ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ പന്മയും കൊല്ലപ്പെടാൻ വേണ്ടി പോവുക, അവരെ കൊല്ലാൻ വേണ്ടി പോവുകയാണെന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ അർജുൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഇരുന്ന് നമ്മുടെ ജിമ്മൻ ബ്രോ കേൾക്കും കേട്ടോ. അപ്പോൾ ജിമ്മൻ ബ്രോ ആകെ ഞെട്ടിപ്പോവും. അപ്പോൾ അമ്പാടിക്ക് അപ്പോഴാണ് ആ ഒരു സംഭവത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അമ്പാടി പറയും, അയ്യോ കൊല്ലപ്പെടുമെന്നോ, ഇനി എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയും. അപ്പോഴത്തേനും അർജുൻ പറഞ്ഞു, അതെ കാർത്തികിൻ്റെ ഗുണ്ടകൾ അഞ്ജലിയുടെയും പന്മയുടെ അടുത്തുണ്ടെന്ന്, എന്തെങ്കിലുമൊക്കെ ഉടനെ നമുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്പാടി എന്ന് പറയും. അപ്പോഴത്തേനും അമ്പാടിക്ക് ആ ടെൻഷനാവും. അങ്ങനെ അമ്പാടി വേഗം, എന്നാളിയാ ഞാൻ ഇപ്പം തന്നെ പോന്നേക്കാന്ന് പറഞ്ഞിട്ട് വേഗം അമ്പാടി ഫോൺ കട്ട് ചെയ്ത് വേഗം ആ ജംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അർജുൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിമ്മൻ ബ്രോയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും. എന്നിട്ട് പറയും, അപ്പോൾ കാര്യം കുറച്ച് സീരിയസ് ആണല്ലേ എന്ന് അമ്പാടി നമ്മുടെ അർജുനോട് ജിമ്മൻ ബ്രോ ചോദിക്കും. അപ്പോൾ അതേന്നൊക്കെ പറയും. അപ്പോഴത്തേനും വേഗം കുറച്ച് സ്പീഡ് വിട്ടോന്ന് പറയും. അപ്പോഴത്തേനും നീ പേടിക്കാതിരിക്കുന്ന ജിമ്മൻ ബ്രോ പറയാണ്, നീ പേടിക്കാതിരിക്കുക, ഞാനില്ലേ കൂടെ. അപ്പോൾ എന്താ നീ ആരെങ്കിലും പേടിക്കുന്നുണ്ടോയെന്ന് ജിമ്മൻ ചോദിക്കും. അപ്പോഴത്തേനും പറയും, അതെ ഞാൻ നിന്നെ ആക്രമിക്കാൻ മറ്റേ ആളുകൾ വരുന്നുണ്ടല്ലേ എന്ന് നമ്മുടെ ജിമ്മൻ നമ്മുടെ അർജുനോട് ചോദിക്കും. അപ്പോൾ അർജുൻ ചോദിക്കും, ഇതെങ്ങനെയാണ് ബ്രോ അറിഞ്ഞതെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അറിഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, അവരിനി വരാനായിട്ട് പോകുന്നില്ല എന്ന് നമ്മുടെ ജിമ്മൻ ബ്രോ പറയാണ് കേട്ടോ. അപ്പോൾ തന്നെ അർജുൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്, നീ ധൈര്യമായിട്ടിരിക്കുക, അവരിനി എന്താണെങ്കിലും വരാനായിട്ട് പോകുന്നില്ല എന്ന് നമ്മുടെ ജിമ്മൻ ബ്രോ പറയുകയാണ്. അപ്പോൾ എന്താ സംഭവം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മൻ ബ്രോ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ പിന്നീട് കാട്ടുന്നൊരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അതായത് ഈ അമ്പലത്തിൽ വെച്ച്
ഈ ഈ കാർത്തികിൻ്റെ ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ ഈ ജിമ്മനെ ഇങ്ങനെ ഇടിച്ചിട്ട് പോകുന്നൊരു സീനുണ്ട്. ആ സമയത്ത് ഒരു സോറി പോലും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് കയറി ഒരസാനായിട്ട് വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മൻ തിരിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഈ 3 ഗുണ്ടകളെയും കാർത്തികിനെ അവിടെ വെച്ച് കാണും. അപ്പോഴത്തേനും ഇവന്മാരെ ഒന്ന് ഒരു പാഠം പഠിപ്പിച്ച് വിട്ടേക്കാം അങ്ങനെ വിചാരിക്കും കേട്ടോ നമ്മുടെ ജിമ്മൻ. എന്നിട്ട് പുള്ളി എടാ എന്ന് പറഞ്ഞ് വിളിക്കും കേട്ടോ. അപ്പോൾ കാർത്തിക്കും ഗുണ്ടകളും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ജിമ്മൻ ചോദിക്കും, നിനക്കൊക്കെ ഒരു സോറി പോലും പറയാനുള്ള മര്യാദ ഇല്ലടാന്ന് ചോദിക്കും. അപ്പോഴത്തേനും കാർത്തികിനായിട്ട് ദേഷ്യം വരും. അപ്പോൾ കാർത്തിക് കൂട്ടുകാരോട് പറയും, അവന് സോറി വേണോ അല്ലേ, അവന് വേണ്ട എന്നാന്ന് വെച്ചാൽ കൊടുത്തിട്ട് വാടാന്ന് പറയും. അപ്പോഴത്തേനും അവരെല്ലാവരും കൂടെ ഓടി വന്നിട്ട് നമ്മുടെ ഈ ജിമ്മൻ ബ്രോനെ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവർ തമ്മിൽ അവരെല്ലാം അടിച്ച് ഇഞ്ചപ്പരുവാക്കി, അതായത് കാർത്തികിനെയും 3 ഗുണ്ടകളെ അടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇട്ടിട്ടാണ് നമ്മുടെ ഈ ജിമ്മൻ തിരിച്ചു പോരുന്നത് കേട്ടോ. അതുകൊണ്ട് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ കാർത്തിക്കും ഗുണ്ടകളും എന്താണെങ്കിലും പുറകെ വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതോർത്തിട്ട് നമ്മുടെ ജിമ്മൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അപ്പോഴും നമ്മുടെ അർജുനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാര്യം ഉറപ്പായി. അപ്പോൾ ഈ ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ എന്താ ബ്രോയുടെ പേരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ജിമ്മൻ ബ്രോ പേര് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴും പുള്ളി ഒരു യഥാർത്ഥ പേരാണോ പറഞ്ഞ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നില്ല. നമ്മുടെ അർജുനോട് പേര് ചോദിക്കും, അർജുൻ പറയും ഇങ്ങനെ അർജുൻ രാഘവണ്ണി ആ സെറ്റപ്പിൽ പേര് പറഞ്ഞു കൊടുക്കും, പറയും ഓ അർജുൻ എന്ന് പറഞ്ഞാൽ പാർത്ഥൻ. അപ്പോൾ അവൻ്റെ സാരഥി പാർത്ഥസാരഥി, എന്നെ പാർത്ഥസാരഥി എന്ന് വിളിച്ചോന്ന് നമ്മുടെ ജിമ്മൻ പറയും. അപ്പോഴത്തേനും അർജുൻ പറയും ബ്രോ ആള് കൊള്ളാലോ, പാർത്ഥസാരഥി കൊള്ളാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഒരു കൂട്ടൊക്കെ ആയി ഒരു ബോണ്ട് തിരിച്ചു വന്നു, ഒരു ബോണ്ട് വന്നു. അപ്പോൾ ഈ പാർത്ഥസാരഥി പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ കൂടെയുണ്ട്, എനിക്ക് അത്യാവശ്യം ഒരു ജിമ്മൊക്കെ ഉണ്ട്, ഞാനൊരു ജിം ട്രെയിനറാണ്, നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഞാനുണ്ട് ബ്രോ എന്ന് പറയും. എൻ്റെ ജിമ്മ് ഹെർക്കുലീസ് ജിമ്മാണ്, നീ അവിടെ ജോയിൻ ചെയ്യണം, നിനക്ക് എല്ലാത്തിനും കൂടെ ഞാൻ ഇനി ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേനും അർജുന് ഭയങ്കര സന്തോഷമാകും. ഇനി അതായത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു വലിയ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളെ കിട്ടിയല്ലോ എന്ന് നമ്മുടെ അർജുൻ വിചാരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് വരികയാണ്. അപ്പോൾ അതിനുശേഷം അവരിങ്ങനെ അഞ്ജലിയും പത്മയും തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ അഞ്ജലിയും പത്മയും ഇങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോഴും ഈ ഗുണ്ടകളെല്ലാം ഈ നമ്മുടെ അഞ്ജലിയുടെയും പത്മയുടെയും പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ചേച്ചി അവരെ കുറച്ച് പേര് നമ്മുടെ പുറകെ കുറച്ച് അധികം നേരമായിട്ട് ഫോളോ ചെയ്യുകയാണല്ലോ, അവർ നമ്മളെ ഫോളോ ചെയ്യുകയാണല്ലോ ചേച്ചി എന്ന് പറയും. അപ്പോൾ തന്നെ അഞ്ജലി പറയും, അങ്ങനെയൊന്നുമില്ല, അവർ ഫോളോ ഒന്നും ചെയ്യുന്നുണ്ടല്ലോ, അതേതോ അടിച്ചുപൊളി പിള്ളേർ ആവശ്യമായി അടിച്ചു വിളിക്കുന്നതെന്ന് പറയും. അപ്പോഴേക്കും പത്മ പറയും, അല്ല ചേച്ചി, അവർ നമ്മൾ തിരിയുന്നവർക്കൊക്കെ എല്ലാം തിരിയുന്നുണ്ട്, അവർ നമ്മളെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുകയാണ്. അപ്പോഴാണ് അഞ്ജലി അത് സംഭവം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പതുക്കെ നോക്കുമ്പോൾ ശരിയാണ്, അവർ ഫോളോ ചെയ്യുന്നുണ്ട്, കാർത്തികിൻ്റെ ഗുണ്ടകളാണോ എന്നൊരു സംശയം അഞ്ജലിക്കും തോന്നി തുടങ്ങി. കഷ്ടകാലം എന്ന് പറയട്ടെ, കുറച്ച് ദൂരം എത്തുമ്പോഴത്തേനും സ്കൂട്ടർ അങ്ങോട്ട് ഓഫായി പോകും കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോൾ സ്കൂട്ടർ ഓഫായി പോകും. അഞ്ജലിയും പത്മയും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എത്ര നോക്കിയിട്ടും സ്കൂട്ടർ സ്റ്റാർട്ടാവില്ല. അങ്ങനെ കുറേ നേരം നോക്കിയിട്ട് സ്കൂട്ടർ സ്റ്റാർട്ടാവില്ല. ആ ഒരു സമയം കൊണ്ട് ഈ ഗുണ്ടകളെല്ലാവരും അവിടെ എത്തും. അങ്ങനെ ഈ ഗുണ്ടകളെല്ലാം പുറത്തിറങ്ങും, അഞ്ജലിയുടെയും പത്മയുടെയും നേരെ വരും. അപ്പോഴത്തേനും പത്മയ്ക്ക് ടെൻഷനും. പത്മ പറയും, അയ്യോ ചേച്ചി അവരടുത്തെത്തി, അവർ നമ്മുടെ അടുത്തേക്ക് വരികയാണല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ അടുത്തേക്ക് വന്നിട്ട് അതിൽ ഇച്ചിരി നേതാവായിട്ട് നടക്കുന്നതിന് അടുത്തേക്ക് വന്നിട്ട് പറയും, എന്ത് പറ്റി വക്കീൽ മാഡം, സ്കൂട്ടർ കംപ്ലൈൻ്റ് ആയോ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അവരടുത്തെത്തിയപ്പോഴാണ് അഞ്ജലി ശരിക്കും നോട്ട് ചെയ്യുന്നത്. അതിൽ 1-2 പേരൊക്കെ ആയിട്ട് മുമ്പും അഞ്ജലി ഒരു കശപിശയും കുറച്ച് ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ അഞ്ജലിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അന്ന് അഞ്ജലി നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ഒരുത്തനാണ് നേതാവായിട്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അഞ്ജലിക്ക് ശരിക്കും ഓർമ്മ വന്നു, ഇത് കാർത്തികിൻ്റെ ഗുണ്ടകൾ തന്നെ. അപ്പോൾ ഇത് കഥ വേറെയാണെന്നുള്ളൊരു കാര്യം നമ്മുടെ അഞ്ജലിക്ക് മനസ്സിലായി. അപ്പോൾ അഞ്ജലി പറയും, അന്ന് അവിടെ വെച്ച് നീ എന്നെ മറന്നുപോയോ, നമ്മൾ തമ്മിലൊന്ന് ഏറ്റുമുട്ടിയിരുന്നു, കഥയൊക്കെ മറന്നോന്ന് ചോദിക്കും. അപ്പം തന്നെ ആ ഗുണ്ടയ്ക്ക് ഓർമ്മ വരും. അപ്പോൾ ഗുണ്ട പറയും, എന്നാലും അതിൻ്റെ കണക്കുകളൊക്കെ നമുക്കൊന്ന് തീർക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ഫുൾ അടിയാണ് നടക്കുന്നത്. അപ്പോൾ അഞ്ജലി നല്ല രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ അടിപിടിയൊക്കെ നടക്കുകയാണ്. അപ്പോഴും നമ്മുടെ അർജുനും നമ്മുടെ പാർത്ഥസാരഥിയൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അഞ്ജലി അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. പക്ഷെ ഇത്രയും അധികം ഗുണ്ടകളുള്ളതുകൊണ്ട് ഒരു സമയത്തുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലിയുടെ ഒരു
ആ ഒരു ഗ്രിപ്പിങ് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവർ അഞ്ജലിയുടെ മുടിക്ക് കയറി പിടിച്ച് സീനാകും. അപ്പോൾ ആ ഒരു നിമിഷം ഒന്ന് സ്ട്രഗിൾ ചെയ്തു പോകും നമ്മുടെ അഞ്ജലി. അപ്പോൾ പന്മയുടെയും അഞ്ജലിയുടെയും ചുറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ കറങ്ങാണ്, വട്ടം ചുറ്റി കറങ്ങി നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാം, കൊല്ലാം എന്ന രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു സമയത്ത് ഈ അഞ്ജലിയുടെയും പത്മയുടെയും നേരെ ഇവരിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രക്ഷകരായിട്ട് നമ്മുടെ പാർത്ഥസാരഥിയും നമ്മുടെ അർജുനും കൂടെ ജീപ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ്. ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജിമ്മൻ ബ്രോയുടെ നെയിം പാർത്ഥസാരഥി, അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ അർജുന പാർത്ഥസാരഥി കൂട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. കൂടുതൽ വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.